എന്തായിരിക്കും എന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ നല്ല എക്സൈറ്റഡ് ആണ്. എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് ഫേസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസിൽ നിൽക്കുകയാണ്. ഇതിൽ US പാർട്ടിലെ യൂസർ റിസർച്ചും അതേപോലെ വയർ ഫ്രെയിമാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഇതിൻ്റെ വയർ ഫ്രെയിമിങ്ങും റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു. യൂസർ റിസർച്ച് ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്തത്. ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യാൻ കാരണം യൂസേഴ്സിൻ്റെ ആവശ്യങ്ങളും അതേപോലെ തന്നെ ഫീഡ്ബാക്കും അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ റിസർച്ചിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിനകത്ത് ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു റിസർച്ചാണ്. കാരണം എനിക്കറിയുന്നവർ ഭൂരിഭാഗം പേര് ന്യൂ ബോൺ ബേബീസ് ഉള്ളവരല്ല. അതിനുശേഷം വയർ ഫ്രെയിമാണ് ചെയ്തത്. വയർ ഫ്രെയിം ലോ ഫിഡിലിറ്റി വരച്ചു, അതിനുശേഷം മിഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇപ്പം ന്യൂ ബോൺ ബേബീസ് ഉള്ള പാരൻസിനെ സെർച്ച് ചെയ്ത് അവരുടെ റിസർച്ച് എടുത്ത് അതിൽ നിന്ന് ആപ്പ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. വയർ ഫ്രെയിമിൻ്റെ ആദ്യം വരുന്നത് ലോ ഫെഡിലിറ്റിയാണ്. ആ ലോ ഫെഡിലിറ്റിയിൽ നിന്ന് ഞാൻ മീഡിയം ഫെഡിലിറ്റി കൺവേർട്ട് ചെയ്തു. ആ മീഡിയം ഫെഡിലിറ്റിയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് വരുന്നത് തേർഡ് ഫേസ് ആണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വയർ ഫ്രെയിം സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫീഡ്ബാക്കിന് വേണ്ടി അത് സാറിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തേക്കും. അതിനുശേഷം മെൻറ്റേഴ്സിൻ്റെ ഫീഡ്ബാക്കിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇനി UA ഫേസ് ആണ്. ഇപ്പോൾ ഇതുവരെ ചെയ്ത വയർ ഫ്രെയിംസ് എല്ലാം UAയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ കാണാൻ ഉണ്ടാവും, എന്തായിരിക്കും എന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.